സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നതേ ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. കാരണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് തന്നെ പറയാറുണ്ട്, ആളെ സംസാരിക്കാൻ കിട്ടില്ല, പറയാൻ കിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ നിലാവെളിച്ചത്ത് കോഴി അയച്ചിട്ടായിരുന്നു ഞാൻ പറയും. കാരണം നമ്മൾ ആകെ ഡൗൺ ആയിട്ടുണ്ടാവും. പിന്നെ രാത്രി ആകുമ്പോൾ കുറച്ച് ഒരു 9 ആകുമ്പോഴേക്കും ഉറങ്ങുമ്പോഴേക്കും പിന്നെ ഡീപ്പ് സ്ലീപ്പും പറ്റുന്നില്ല. അങ്ങനെ കൂടി നമ്മൾ ആകെ ജീവിതക്രമത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി നേരിട്ട കാലഘട്ടമാണ്. പക്ഷേ ഈ ജോലി അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട് ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുഴുകുമല്ലോ ഇതിനകത്ത്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 33-ാമത്തെ വയസ്സിലാണ് ജോലിക്ക് കയറുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 6 തവണയാണ് ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അതും ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറയൊക്കെ മാതൃകയാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോട് കൂടിയിട്ട് ആളുകളുടെ ക്ഷമ വല്ലാതെ കുറയുന്നു. പിന്നെ എന്തെങ്കിലും ഒരു വട്ടം ശ്രമിച്ച് നടക്കുന്നില്ല, അപ്പോഴേക്കൂടി ആ ശ്രമം അവസാനിപ്പിക്കുന്നു, എനിക്ക് കിട്ടൂല, ഞാൻ പരാജയപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് ഈ 6 ശ്രമം വരുന്നത്. അപ്പൊ 6 ശ്രമങ്ങളുടെ കഥയും നമ്മുടെ പുതിയ കുട്ടികൾക്ക് അതിനെ ഒന്ന് വിവരിച്ചു കൊടുക്കാവോ? ഞാൻ 1992 ഡൽഹിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇത് ടെസ്റ്റ് എഴുതുന്നത്. ആകാശവാണി ടെസ്റ്റ് ചെയ്തത് അന്നാണ്. അന്ന് ഗ്രേഡ് 2 ആയിരുന്നു. ഞങ്ങളുടെ പോസ്റ്റിംഗ് ഗ്രേഡ് 3-ലാണ്. അപ്പോൾ അതെനിക്കറിയില്ല. അതായത് ഗ്രേഡ് 3-ന്റെ പ്രൊമോഷണൽ പോസ്റ്റാണ് ഗ്രേഡ് 2. അപ്പോൾ ഗ്രേഡ് 2-ലേക്ക് ഡയറക്റ്റ് റിക്രൂട്ടായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ എനിക്കത് അറിയില്ല. അപ്പോൾ ഞാൻ പോയി എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് വായിക്കുന്ന ആളുകളൊക്കെ അതിനകത്തുണ്ട്. സുഷമയുണ്ട്, ശ്രീകുമാറുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുണ്ട്. അത് അവരെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ ഇവർ രണ്ടുപേരുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർ രണ്ടുപേരും എന്തിനിപ്പോൾ വരണം? ഇവർ അവിടെ വായിക്കുന്ന ആളുകളാണല്ലോ, വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലായത്, ഇത് ഇവരെ പ്രൊമോഷൻ പോസ്റ്റാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രൊമോഷൻ കിട്ടുക. അത് നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടെസ്റ്റ് എഴുതുന്നത്. നമ്മൾ അധ്യാപകരൊക്കെ ചില ക്ലാർക്കുമാരൊക്കെ ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ വാങ്ങേണ്ട, അതുപോലെ ടെസ്റ്റ് ഇതാണ് വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇവരെ പ്രൊമോഷന് വേണ്ടി വരുന്ന സമയത്ത് നമ്മളെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെന്റ് സാധ്യമില്ലല്ലോ. എന്നാൽ പോലും അന്ന് 5 പേരാണ് ഇന്റർവ്യൂവിലെത്തിയത്. ടെസ്റ്റ് വേറെ ആളുകളുണ്ടായിരുന്നു എഴുതാൻ. 5 പേരെത്തിയാലും ഒരാൾ ഞാനായിരുന്നു. ഇവർ 2 പേരുണ്ടായിരുന്നു. അവരിന്ന് ശ്രീകുമാറിന് കിട്ടി ഗ്രേഡ് 2 ആയിട്ട്. പിന്നെ ഡൽഹിക്ക് 2 പേരെ വിളിച്ചു. അതിൽ അവിടെയുള്ള ആളുകൾ ഇപ്പം സുഷമയും ശ്രീദേവിയും തിരുവനന്തപുരത്തുണ്ടായ സുഷമയ്ക്കും കിട്ടി. പിന്നെ ഇവിടെ കോഴിക്കോട് വിളിച്ചു, അതിൽ ശ്രീകണ്ഠന് കിട്ടി. വീണ്ടും വിളിച്ചപ്പോൾ അനിലിന് കിട്ടി. അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടി വന്നു. അവിടെയൊക്കെ എല്ലാതിലും ഇന്റർവ്യൂവിൽ ഞാൻ ഉണ്ട്. അത് 10-ൽ താഴെ ആളുകൾ 5-6 പേരുണ്ടാകുമ്പോൾ ആ ഇന്റർവ്യൂവിനകത്ത് ഞാൻ ഇന്റർവ്യൂ തൊഴിൽ അതിനകത്ത് ഞാൻ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ. ഒരാളെ സെലക്ട് ചെയ്താൽ അതുമായിട്ട് ചെയർമാൻ ഡൽഹിയിലേക്ക് പോകും. അതോടുകൂടി മറ്റേ അപ്പോയിൻമെന്റ് നടന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഇനി ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ആവും. ഈ പ്രൊസീജിയർ വീണ്ടും വരണം. റിട്ടൺ ടെസ്റ്റും വോയിസ് ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ വീണ്ടും നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അടുത്ത ആളെടുക്കാൻ സാധിക്കും. അത് ഒരാളെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ ഈ 5 തവണയും 6ാമത്തെ തവണയും വരുന്നത്. 5 തവണയും വന്നപ്പോഴും ഞാൻ പരാജയപ്പെട്ടില്ല. ഇന്റർവ്യൂവിന് വന്ന് പോന്നപ്പോൾ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അതില്ലായിരുന്നു. വീട്ടുകാർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അത് തുടക്കത്തിൽ തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നത്, നിനക്ക് ആകാശവാണി ജോലി വെച്ചിട്ടില്ല, ജോലി നിനക്കില്ല, ഗൾഫിലേക്ക് പോയിക്കോന്നാ. അന്നത്തെ ട്രെൻഡാണ്. നിന്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ ഗൾഫിൽ പോയിട്ട് നന്നായിട്ട് പൈസ സമ്പാദിക്കണം, കുട്ടികളായി വീടുണ്ടാക്കി, നല്ല വീടുണ്ടാക്കി. അവരുടെ മോഹങ്ങൾ അതാണ്. അന്നുകൊണ്ട് ഈ മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ അന്നുണ്ട്. അപ്പോൾ അവരുടെ മോഹങ്ങൾ അതാണ്. പക്ഷെ എന്റെ സ്വപ്നം അതല്ലല്ലോ. എന്റെ സ്വപ്നം മറ്റൊന്നാണല്ലോ. അപ്പൊ ആ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ഇങ്ങനെ നടക്കുന്നത്. അവസാനം അതായത് എനിക്ക് സെലക്ഷൻ കിട്ടിയതിൽ വന്ന് നോക്കുമ്പോൾ 500ഓളം ആളുകളാണ് റിട്ടൺ ടെസ്റ്റ് ചെയ്താണുള്ളത്. അന്നൊന്നും അതിനു മുമ്പൊന്നും അത്ര 200, 150, 200 അപ്പുറം പോയിട്ടില്ല. അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, കോളേജ് പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ടെസ്റ്റ് ചെയ്താണ്ട്. പക്ഷെ ഇവരൊക്കെ തിരുവനന്തപുരം വഴുതക്കാട് സ്കൂളിലായിരുന്നു. അവിടെ വെച്ചാണ് സ്ഥിരമായിട്ട് ടെസ്റ്റ് നടത്താറുള്ളത് ഞായറാഴ്ചകളിൽ. അപ്പോൾ ഇവരൊക്കെ ഈ ഗൈഡുകൾ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഗൈഡുകളെല്ലാം വരണത്. ഇതിനകത്തുള്ളതിൻ്റെ കണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 എഴുതിയ ഒരു ഇതുണ്ടല്ലോ എൻ്റെ അടുത്ത്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിട്ടേണിൽ നമ്മൾ ട്രാൻസ്ലേഷൻ വരും. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പാൻഷൻ ഉണ്ട്, അപ്പോൾ ISRO അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ നമ്മളവിടെ എന്തെങ്കിലും ഒരു സാധനം ചോദിക്കും, ഏതെങ്കിലും ഒരു സംഭവം ചോദിച്ചിട്ട് അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമ്മൾ പത്രങ്ങൾ വായിച്ചാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൂടി 100 മാർക്കിൽ 50 മാർക്ക് വാങ്ങിയാൽ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് നടക്കും. പിന്നെ വോയിസ് ടെസ്റ്റ് ആണ്. അപ്പോൾ എനിക്കത് വളരെ ഈസിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇവരെ ഇതിങ്ങനൊന്നും വായിക്കാൻ മനസ്സിൽ പറഞ്ഞു. അവരോട് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ മത്സരാർത്ഥികളോ. അപ്പം നമ്മുടെ ഇത് അവർ കൊടുക്കാൻ പാടില്ലല്ലോ, നമ്മൾ അവരോട് മത്സരിക്കുകയല്ലേ.
അത് ഞാൻ മനസ്സിൽ പറഞ്ഞു ഇതിനൊന്നും ആവശ്യമില്ല, ഇങ്ങനെ ഗഷായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നും ഇത്രയും ഇതാക്കി പഠിക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വേണ്ടെന്ന് വെച്ച് എക്സാം എഴുതി ഏകദേശം 60-ൽ പരം ആളുകളന്ന് പാസ്സായി. അത്രയും ഉണ്ടായിട്ടില്ല, 20-25 ആണ് പാസ്സാവാറുള്ളത്, 60-ൽ പരം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം ആൾ കുറവാണെങ്കിൽ അന്ന് തന്നെ വൈകുന്നേരം റിസൾട്ട് ഇടും. ഓക്കെ, അതൊക്കെ ഒരു നമ്മളെ നമ്മളെ അറിയിക്കും, അതിന് തന്നെ അറിയിക്കും ഇന്ന് വൈകുന്നേരം റിസൾട്ട് ഇടും അല്ലെങ്കിൽ നാളെ രാവിലെ റിസൾട്ട് ഇടും. ആ റിസൾട്ട് നമ്മളവിടെ പോയി നോക്കണം. ആകാശവാണി പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരുണ്ടെങ്കിൽ സന്തോഷമായി, ഇല്ലാത്തവരൊക്കെ തിരിച്ചു പോകും, നാട്ടിലേക്ക് പോകും. കോഴിക്കോട് ആകാശവാണിയുടെ ക്യാൻറ്റീനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഹക്കീം സാറിനോട് ഇനിയുള്ള സംസാരം ക്യാൻറ്റീനിൽ വെച്ചാവാന്ന് വിചാരിച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാവാം. അപ്പോൾ നമ്മൾ നേരത്തെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം 50 ആളുകളോളം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഷോർട്ട് ലിസ്റ്റ് അല്ല, 50 ആളുകളായിരുന്നു ഇന്റർവ്യൂവിന് വന്നിരുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അപ്പം ഇന്റർവ്യൂവിൽ പിന്നെ ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ, കാരണം പോസ്റ്റ് ഒരു സ്ഥാനത്തേക്കാണല്ലോ. അപ്പോൾ 2 ദിവസമായിട്ടാണ് ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റോളം ഒരാളെ ഇൻ്റർവ്യൂവിന് എടുക്കും. പക്ഷേ ഇൻ്റർവ്യൂ ഒരു ഡിസൈഡിങ് ഫാക്ടർ അല്ല. ഇതിനകത്ത് വരുന്നത് നമ്മുടെ റിട്ടേൺ ടെസ്റ്റും വോയിസ് ടെസ്റ്റും മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂ അത്ര ഒരു ഇതല്ല, എങ്കിലും അത് പരിഗണിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ വന്ന സമയത്ത് അവർ എന്നോട് ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ ഒരാൾ ചോദിച്ചു, ഇപ്പം ഇത്രയും തവണയല്ലേ വരണത്, അപ്പോൾ വന്നിട്ട് അവർക്കും ശീലമായി കണ്ടത് അല്ല, അത് മാറി വരും. ഇന്റർവ്യൂ ബോർഡ് മാറി വരും. അത് ഡൽഹിയിൽ നിന്നാണ് ചെയർമാൻ വരിക. അപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള ആളുകൾ വരും. ഇത് എങ്ങനെ മാറുന്നു വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് നോക്കുന്ന ആളുകൾ വേറെ ആയിരിക്കും, വോയിസ് ടെസ്റ്റ് വേറെ ആയിരിക്കും, ഇന്റർവ്യൂവിന് വേറെ ആയിരിക്കും, ചെയർമാൻ ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എല്ലാ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് ഇവർ തീരുമാനിക്കണം ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവർ നമ്മൾ ഓരോരുത്തരെ പറ്റി നമ്മുടെ ബയോഡാറ്റ പഠിച്ചിട്ടാണ് വരുന്നത് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത്. അപ്പോൾ എന്നോട് ചോദിച്ച് കഴിഞ്ഞ തവണ മുമ്പത്തെ തവണ നിങ്ങൾക്ക് കിട്ടാതെ പോയാൽ വല്ല നിരാശ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് പറയാൻ വയ്യല്ലോ. ഞാൻ പറഞ്ഞു അതൊരു കോമ്പറ്റന്റ് അതോറിറ്റി അല്ലേ സെലക്ട് ചെയ്ത്, എനിക്കൊന്നും പറയാൻ കഴിയില്ലോ എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ പിന്നെ അവർ സ്വാഭാവികമായിട്ടും വീട്ടുകാര്യങ്ങൾ നാട്ടുകാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം എന്നോട് ചോദിച്ചു കഥകളി അതിനെക്കുറിച്ച് എന്താ അറിയാമെന്ന് ചോദിച്ചു. അവിടെ ഞാനൊന്ന് പതറി, കാരണം കഥകളിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ വലിയൊരു ധാരണ ഇല്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അത് ചിലപ്പോൾ അബദ്ധമായി പോയാൽ ഇൻ്റർവ്യൂ അല്ലേ. ഉടൻ എന്തോ ഒരു ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയാം, എന്തോ ഒരു കാരണം കൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിലെ വേറൊരാൾ പറഞ്ഞു, മലപ്പുറത്തുനിന്ന് വരുന്ന അയാളോട് നമ്മൾ എന്തിനാ കഥകളെക്കുറിച്ച് ചോദിക്കുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞു. ഇതോ രക്ഷ. അപ്പം ബോർഡിലെ ഒരു അംഗം ചോദിച്ചു, മലപ്പുറത്തൊരു മഹാകവി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് മഹാകവി മോയിൻകുട്ടി വൈദ്യരാന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുന്നു പറഞ്ഞു. പിന്നെ വേറെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഡൽഹിയിലാണ് പോസ്റ്റിംഗ് വരിക, വരാൻ കഴിയുമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ്, ഡൽഹി അല്ല, ഇനിയിപ്പോൾ അസമിലായാൽ പോലും ഞാൻ ജോലിക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ഡൽഹിയാണെന്ന് എനിക്കറിയാം. പിന്നെ അവരോട് ഒന്നുകൂടി ഒന്ന് കൂട്ടി പറഞ്ഞു, അസമായാലും അതെ അസമായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അറിയിക്കാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ 5 തവണ ഞാൻ കേട്ട വാക്കാണ് അറിയിക്കാന്നുള്ളത്. അപ്പോൾ ആ ഇന്നസെന്റ് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ലോട്ടറി അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അത് അവരോട് പറയാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞു കുറേ, അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മാസം ആകുമ്പോഴേക്കും പോസ്റ്റിംഗ് വരണം. പക്ഷെ അത് കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും പോയിന്നു, ദുബായിലേക്കാണ് ഇതോടെ ഇനി വീട്ടുകാർ നിർത്തിപ്പൊറപ്പിക്കില്ല, അവർ പറഞ്ഞേക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും റേഡിയോ വെക്കാൻ തുടങ്ങി. എല്ലാവരും വാർത്ത കേൾക്കാറുണ്ട്, ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരാണ് വായിക്കണത്, എന്താണ് വായിക്കുന്നത്. കാരണം പുതിയ ഒരാളെ വായന കേട്ടാൽ നമുക്കറിയാം, സ്ഥിരമായിട്ട് വായിക്കുന്നവരും പുതിയ ഒരാൾ. അപ്പം നമ്മുടെ ഇന്റർവ്യൂവിൽ ഒരുവിധ ആളുകളുടെ പേരൊക്കെ എനിക്കറിയാം, പ്രമുഖ TV എന്നുള്ള പ്രമുഖരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇവരിൽ ആരെങ്കിലും വായിക്കണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഒരു ഇതും കാണാനില്ല.